ഹിന്ദു ഏകതാ സംഗമം വെങ്ങിണിശ്ശേരിയിൽ സംഘടിപ്പിച്ചു. ഹിന്ദു സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്ത് ഹൈന്ദവ ഐക്യവും ധാർമ്മിക നവോത്ഥാനവും നേടുവാനാണ് ഏകതാ സംഗമം ഒരുക്കിയത്. വെങ്ങിണിശ്ശേരി കൂട്ടാലക്കുന്ന് ഗുരുനഗറിലായിരുന്നു പാർലം ഹിന്ദു ഏകതാ സംഗമം സംഘടിപ്പിച്ചത്. വെങ്ങിണിശ്ശേരി നാമധാരാമൃതത്തിന്റെ ഭജൻ സന്ധ്യയോടെ ഹിന്ദു ഏകതാ സംഗമം ആരംഭിച്ചു. പള്ളിപ്പുറം ശാന്തിനിലയം ആശ്രമത്തിലെ സ്വാമി തത്വരൂപാനന്ദ സരസ്വതി ഏകതാ സംഗമം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഐക്യമില്ലെങ്കിൽ നമ്മളെ പലവരും പല വിധത്തിലും ഉപദ്രവിക്കാം. ഈ ഐക്യം എവിടെ നിന്ന് തുടങ്ങണമെന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേണം ഐക്യം തുടങ്ങാനായിട്ട്. ഒരു കുടുംബത്തിൽ ഐക്യമുണ്ടെങ്കിലേ ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഐക്യമുണ്ടാവൂ. ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഐക്യമുണ്ടെങ്കിലേ ആ പഞ്ചായത്തിൻ്റെ ഐക്യമാണ് ആ ജില്ലയുടെ ഐക്യമാണ് ആ സംസ്ഥാനം. അങ്ങനെ ഭാരതം മുഴുവനും ഒരു ഐക്യത്തിൻ്റെ സന്ദേശവുമായിട്ടാണ് ഈ 100ാം വാർഷികത്തിലെ രാഷ്ട്രീയ സ്വയം സേവക സംഘം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ചും നമ്മുടെ പ്രധാനമന്ത്രി പറയും 2047 ഇന്ത്യ ഒരു ക്ഷേമ രാഷ്ട്രമായിട്ടുയരണമെന്ന്. ഹിന്ദു ഏകതാ സംഗമം പ്രസിഡന്റ് ഭാസി കൂടത്തിൽ അധ്യക്ഷനായി. നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഹിന്ദു ഏകതാ സമ്മേളനം എന്ന പേരിലാണ്. ആ പേരുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ, ഇത് പാർലം പഞ്ചായത്തിലെ ആദ്യ ശ്രമമാണ് എന്ന് പറയണം. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഏതാനും ചില വ്യക്തികൾ മാത്രം വിചാരിച്ചാൽ നടപ്പാകുന്ന കാര്യമല്ല. അതിന് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ പ്രൗഢ സദസ്സും മറ്റു വ്യക്തിത്വങ്ങളും ഇതേ സംഗമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് നാളെയും അതിനടുത്ത നാളുകളിലും വരുന്ന മാസങ്ങളിലും വർഷങ്ങളിലും ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തണം. അങ്ങനെ നമുക്ക് നമ്മുടെ ഉദ്ദേശം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുന്നതിന് നിങ്ങളുടെ ഏവരുടെയും സഹകരണങ്ങൾ ആവശ്യമാണ്. RSS സഹപ്രാന്ത പ്രചാർ പ്രമുഖ് OM സജിത് മുഖ്യപ്രഭാഷണം നടത്തി. VC വിജീഷ് വ്യക്തിഗീതം ആലപിച്ചു. തൃശൂർ ചിന്മയ മിഷൻ സെക്രട്ടറി ഡോക്ടർ KE ഉഷ മാതൃസന്ദേശം നൽകി. ഹിന്ദു ഏകതാ സംഗമം മുഖ്യ സംയോജകൻ V മുരളി, ട്രഷറർ VG ബൈച്ചു എന്നിവർ സംസാരിച്ചു. ഹിന്ദു ഏകതാ സംഗമത്തിന്റെ ഭാഗമായി അമ്മാടം പാരിസ് നഗർ ശ്രീരുദ്ര ചിന്തുപാട്ട് അവതരിപ്പിച്ചു. തുടർന്ന് പാർലം NSS വനിതാ സമാജത്തിന്റെ തിരുവാതിരക്കളി, മാസ്റ്റർ വിജയ് പ്രതാപ് മുള്ളക്കര അവതരിപ്പിച്ച വയലിൻ ഫ്യൂഷൻ, സൗപർണിക കോടന്നൂർ അവതരിപ്പിച്ച വീരനാട്യം എന്നിവ അരങ്ങേറി.